ഹലോ, അപ്പൊ നീറ്റ് 2024 ബന്ധപ്പെട്ട വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കോർട്ടിലാണ് പല വിഷയങ്ങളും ഉള്ളത്. എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു നീറ്റ് ആസ്പിറന്റ് ആണ് എന്നുണ്ടെങ്കിൽ, അത് നിങ്ങളൊരു ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ റിപ്പീറ്ററോ എന്തോ ആവട്ടെ, അടുത്ത വർഷത്തേക്കെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ ഒരു വിവാദങ്ങൾ എന്നുള്ള നമുക്കുള്ള ടേക്ക് അവേസ് എന്താണ്? ഇതാണ് വളരെ പ്രധാനം അല്ലെ. നമ്മൾ ആ വിഷയം നമ്മൾ കുറെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിലപ്പുറം ഇതിൽ നമ്മൾക്ക് എന്ത് പാടാണ് പഠിക്കാനുള്ളത്? അടുത്ത വർഷം പരീക്ഷ എഴുതുമ്പോൾ, അല്ലെങ്കിൽ 2-3 വർഷങ്ങൾക്ക് അപ്പുറം നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ലെസൺസ് ഫോർ ദ ഫ്യൂച്ചർ. ബിക്കോസ് the thing we are talking about, the value of 1 mark here is 38.5 lakhs. ഇത് ചിന്തിക്കുന്നുണ്ടാവും, നീറ്റ് പരീക്ഷയിൽ 1 മാർക്കിന്റെ വില 38.5 ലക്ഷം രൂപയാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ നിർബന്ധമായിട്ടും ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അതിലോട്ട് വരാം. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നീറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ നീറ്റ് ചെയ്യായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ശനിയാഴ്ച ജൂൺ 15 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഞാനും അതേപോലെ ഞങ്ങളുടെ ടീമും, ഞാൻ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഉണ്ടാവും. ഇവിടെ ഓൾറെഡി നമ്മുടെ ഓഫീസിൽ ഉണ്ടാവും. ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിക്കുകയാണ്. ഇപ്പൊ ജയിൽ എന്തൊക്കെ ഓപ്ഷൻ കൊടുക്കണം, ഇനി നീറ്റിൽ നിങ്ങൾ കൗൺസിലിംഗിന് പോകുമ്പോൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്തെല്ലാമാണ്, അതല്ല എന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ്, മറ്റു കാര്യങ്ങൾ, നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന കരിയേഴ്സ് എന്തെല്ലാമാണ് എന്ന് തുടങ്ങിയതിനെ കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സെഷനാണ്. ഓക്കെ, അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്യുക. ലിങ്കും ഞാൻ താഴെ നൽകുന്നതാണ്. അപ്പോൾ ശനിയാഴ്ച ജൂൺ 15 മറക്കണ്ട. ഓക്കെ, താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്ന് കാണാവുന്നതാണ്. സോ ദ ബിഗ് ക്വസ്റ്റ്യൻ ഈസ്, വൈ ഇസ് ദ റാങ്ക് ഇൻഫ്ലേഷൻ? ഓക്കെ, നീറ്റ് 2024 ഇത്ര വലിയൊരു റാങ്ക് ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ്. ഒന്നാമത്തത്, ഹ്യൂജ് കോമ്പറ്റീഷൻ ഇൻക്രീസ് ആണ്. 21 ലക്ഷത്തിൽ നിന്ന് 2 വർഷം മുമ്പ് 18 ലക്ഷം ആൾക്കാർ എഴുതുന്ന പരീക്ഷ കഴിഞ്ഞ വർഷം 21 ലക്ഷം ആൾക്കാർ എഴുതി. ഇത്തവണ 25 ലക്ഷം ആൾക്കാർ എഴുതി. ഓക്കെ, 25 ലക്ഷം ആളുകളിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രിപ്പറേഷൻ ലെവലും കൂടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഡ്രോപ്പ് ഇയറിനെ കുറിച്ച് ചിന്തിക്കുന്നു അല്ലെ. ഇനി അങ്ങോട്ട് എനിക്ക് 600 കിട്ടി, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 550 കിട്ടിയ ആളുകൾ, അല്ലെങ്കിൽ 500 കിട്ടിയ ആളുകൾ നിർബന്ധമായിട്ട് ഇത്തവണ ഞാൻ 620 അപ്പുറം ഞാൻ വാങ്ങും. ഓക്കെ, എനിക്ക് MBBS സീറ്റ് കിട്ടും എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് MBBSന്റെ കട്ട് ഓഫ് എന്നുള്ളത് ഏകദേശം 550 മാർക്സ് ആയിരുന്നു. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ആ 550 മാർക്സിൽ നിന്ന് കഴിഞ്ഞ തവണ അതിങ്ങനെ 20-30 മാർക്സ് ഇൻക്രീസ് ചെയ്തിട്ട് അത് എവിടെ എത്തി? 620-630 വരെ എത്തി. ഇത്തവണ അത് ഹ്യൂജ്ലി ഇൻക്രീസ് ചെയ്ത് ഓൾ ഇന്ത്യ കോട്ടയിൽ 655-660 വരെ എത്തി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ അടുത്ത വർഷത്തെ ഡ്രോപ്പ് ഇയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നേരത്തെ തുടങ്ങിയ കുറെ ആൾക്കാരുണ്ട്. അതായത് 7-എന്നോ 8-എന്നോ 9-എന്നോ ഒക്കെ MBBSനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ, +1 +2 തന്നെ ആലോചിച്ച് തുടങ്ങി. ഇവിടെ ഈ വീഡിയോ കേൾക്കുന്ന പല ആളുകളും റിപ്പീറ്റേഴ്സ് ആയിരിക്കും. റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങൾ ഒന്നുകൂടി നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ, ഞങ്ങൾ +1 +2 സമയത്ത് തന്നെ ഞങ്ങൾ ആലോചിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ശരിയല്ലേ? എന്നാൽ അങ്ങനെ ചിന്തിച്ച് വരുന്ന, ഫൗണ്ടേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരോട് മാത്രമല്ല, നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് വളരെ നേരത്തെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി വരുന്ന ആൾക്കാരോട് കൂടിയാണ്. ആ ആൾക്കാരോട് കൂടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. ബിക്കോസ് അത് സ്റ്റാർട്ട് ഏർലി. ഓക്കെ, അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നീറ്റ് JEE എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന്, മിടുക്കർ ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് X&Y ലേണിംഗിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്. അതിൽ എൻക്വയർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അനിയന്മാരൊക്കെ ആ പ്രായത്തിലുള്ളവരാണ്, സയൻസിലും മാത്സിലും മിടുക്കരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം എക്സാംസ് ഈസി ആയിട്ടുണ്ട്. ഇൻ ദ സെൻസ്, ഇപ്പൊ പല ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, 2020 ഇതിനേക്കാൾ ഈസി ആയിരുന്നില്ലേ, അല്ലെങ്കിൽ 2021 ഇതിനേക്കാൾ ഈസി ആയിരുന്നില്ലേ? ആ ഒരു സെൻസിൽ മാത്രമല്ലത്. ഇത്തവണ ഏകദേശം 20% ടോപ്പിക്സ് ഡിലീറ്റഡ് ആണ്. 20-25% ടോപ്പിക്സ് ഡിലീറ്റഡ് ആണ് നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ടഫായ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് എഴുതണ്ട എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടെങ്കിൽ പോലും അത് എഴുതണ്ടാത്തതാ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ എക്സാം ഈസി ആവുന്നത് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്സാമിന്റെ റാങ്ക് ഇൻഫ്ലേഷനെ ബാധിക്കുന്നുണ്ട്. ദെൻ ദി ഓൺലൈൻ പെനിട്രേഷൻ, ഇത് വലിയൊരു ഫാക്ടറാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് കോച്ചിങ് എന്നുള്ളത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. ഇന്ന് ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. എനിക്കറിയാവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഓൺലൈനിൽ പഠിച്ച്. ഈവൻ പല ആളുകളും ഓൺലൈനിൽ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് അവർ തന്നെ റിസോഴ്സസ് കണ്ടെത്തി പഠിച്ച് JEE ഒക്കെ നേടിയ കുട്ടികളുടെ ഇന്റർവ്യൂ ഞാൻ തന്നെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ എനിവർ ക്യാൻ പ്രിപ്പയർ എന്നുള്ളതാണ് ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്നുള്ളത്. ഇവിടെ നമ്മൾ അൾട്രാ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ കീ ടേക്ക് അവേസ്, ഇതിൽ നിന്നുള്ള കീ ടേക്ക് അവേസ് എന്നുള്ളത്,
ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത്, എക്സാം ഹാളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൺ 5 മിനിറ്റ് പോലും നിങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇഷ്യൂ നിർബന്ധമായിട്ടും റേസ് ചെയ്യണം. ഓക്കെ, ഇത്തവണ എക്സാമിൽ സംഭവിച്ചത് എന്തുകൊണ്ട് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തു? ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തത് അവിടെ കുറച്ച് മിക്സപ്പ് ഉണ്ടായി, 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ കുട്ടികൾക്ക് വൈകി, അല്ലെങ്കിൽ അതിനേക്കാളും വൈകി എന്നുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് ഇന്ന് സുപ്രീം കോർട്ടിൽ പല ആളുകളും ചോദിച്ചു, ഞങ്ങൾക്കും വൈകിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് അനുവദിച്ച് തരുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റീടെസ്റ്റ് അനുവദിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ സുപ്രീം കോടതി പറഞ്ഞ മറുപടി എന്നുള്ളത് അത് നിങ്ങൾ റേസ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതൊരു മേ ബി ഒരു കോർട്ട് കേസ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ NTA-ക്ക് ഒരു ഇമെയിൽ അയച്ചൊരു കടലാസെങ്കിലും ഒരു തെളിവെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ സെന്ററിൽ പല കുട്ടികളും പരാതിപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ സെന്ററിൽ ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു, സിസ്റ്റംസിന് പ്രശ്നം ഉണ്ടായിരുന്നു, വന്ന ഇൻവിജിലേറ്റേഴ്സ് കെയർഫുൾ ആയിട്ടുള്ള പെരുമാറിയത്, ഇത് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കേസ് ഫയൽ ചെയ്യുക, ഒരു സംശയം വേണ്ട, കേസ് ഫയൽ ചെയ്യുക. അതേപോലെ തന്നെ ഇമെയിൽ അറ്റ്ലീസ്റ്റ് അയക്കുക. അതേപോലെ നമുക്കുള്ള ഇഷ്യൂസ് വേറെ ആരെങ്കിലും റേസ് ചെയ്യുന്ന വിചാരിച്ച് നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. ഇത് വലിയ എക്സാം ആണ്, നമുക്കുള്ള ഇഷ്യൂസ് വേറെ റേസ് ചെയ്യുമോ? നമ്മുടെ ഇഷ്യൂസ് നമ്മൾ റേസ് ചെയ്താൽ മാത്രമേ കോർട്ട് പരിഗണിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പല ആൾക്കാരും മെസ്സേജ് അയക്കുന്നു, OMR എന്ത് ചെയ്യുന്നില്ല, OMR പ്രോപ്പർ റീഡ് ചെയ്തിട്ടില്ല ഇല്ലേ, ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, പ്രോപ്പർലി റീഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് ആവശ്യത്തിന് മാർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഒരു സോളിഡ് പ്രൂഫ് ഉണ്ട്, ഇത് വേറെ ആരെങ്കിലും കോർട്ടിൽ പോയി ഉന്നയിക്കും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അത് ശരിയല്ലല്ലോ, അത് നമ്മൾ ഉന്നയിക്കണം. അതിന് നമുക്ക് ലീഗലി ഭയങ്കര ഫീസ് ആവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട്, ഇത് 25 ലക്ഷം ആൾക്കാർ എഴുതുന്ന പരീക്ഷ, മേ ബി ഇതേ ഇഷ്യൂ ഉള്ള 1000 ആൾക്കാരെ നമുക്ക് ഈസിലി കണ്ടെത്താൻ പറ്റും. ഓക്കെ, അവരെ നമ്മൾ ഇതിൽ ടാഗ് അലോങ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മാർക്കിന്റെ വില നമ്മൾ അറിയണം. ഒരു മാർക്കിന്റെ വില MBBS-ൽ എത്രയാണ്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ 660 മാർക്ക് കിട്ടിയ ആള് മേ ബി ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു 25,000 അല്ലെങ്കിൽ 30,000 ഇയർലി ഫീസിൽ, അതായത് 1.5 ലക്ഷം രൂപക്ക് അയാൾ MBBS-ന് പോകുമ്പോൾ 659, ഞാനൊരു റെപ്രസെന്റേഷണൽ മാർക്ക് പറഞ്ഞ കേട്ടോ, ഞാൻ ഒരു ആക്ച്വൽ കണക്കല്ല, ഒരു 659 മാർക്ക് കിട്ടിയ ഒരാള് മേ ബി നമ്മുടെ അടുത്തൊരു നല്ല പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് തന്നെ മെറിറ്റിന് ചേരേണ്ടി വരും. മെറിറ്റിൽ എത്ര ഫീസ്? 8 ലക്ഷം രൂപ, 5 വർഷത്തേക്ക് 40 ലക്ഷം രൂപ. ഇവിടെ 40 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം, അവിടെ 1.5 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം. ഒരു മാർക്കിന്റെ വില എത്രയാണ്? 38 ലക്ഷം രൂപയാണ്. ഇത് ആർക്കും മനസ്സിലാവില്ല. 90 കിട്ടിയാൽ A+ ആണ്, 91 കിട്ടിയാൽ A+ ആണ്, 95 കിട്ടിയാൽ A+ ആണ്, 100 കിട്ടിയാൽ A+ ആണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആ രീതിയിൽ പഠിച്ചു വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവാത്തതിന്റെ വലിയ പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, അബ്സല്യൂട്ട് മാർക്ക് വെച്ച് ഈ എക്സാമിന് അളക്കരുത്. കഴിഞ്ഞ തവണ 610 കിട്ടി, ഇത്തവണ എങ്ങനെയാണ് കട്ട് ഓഫ് ഇത്ര കൂടുന്നത്? കട്ട് ഓഫ് ഇത്ര കൂടുന്ന അതിൽ പേപ്പർ ലീക്കേജ് ഉണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ഒന്നര സംസാരിക്കുന്നത്. ലെറ്റ്സ് കീപ് ഓൾ ദാറ്റ് അസൈഡ്. അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും റാങ്ക്സ് എന്ത് ചെയ്യും? കൂടും. സോറി കട്ട് ഓഫ് മാർക്ക് കൂടും. എന്താ അതിന് കാരണം? ഇവിടെ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഡ്രാസ്റ്റിക് ആയിട്ട് സീറ്റ്സ് കൂടിയിട്ടൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടും. അപ്പൊ ഒരു മാർക്കിന്റെ വില 38 ലക്ഷം രൂപയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമുക്ക് ആർക്കും ഒരു സെക്കൻഡിന്റെ, ഒരു മണിക്കൂറിന്റെ, ഒരു മിനിറ്റിന്റെ വില അറിയില്ല. ഒരുപാട് സമയം നമ്മൾ വെറുതെ സ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ PT ഉഷയ്ക്കാണ് ഒരു സെക്കൻഡ് 100ൽ 100th ഓഫ് സെക്കൻഡ് വില അറിയാം. ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ PT ഉഷയ്ക്ക് ബ്രോൺസ് മെഡൽ നഷ്ടപ്പെട്ടത് സെക്കൻഡ് 100ൽ അംശത്തിലാണ്. പക്ഷെ നമുക്കതൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു മാർക്കിന്റെ വില നമുക്ക് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ പെട്ടിട്ട് അറിയില്ല. ഒരു മാർക്കിന്റെ വില 38 ലക്ഷം രൂപയാണ് എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ചിന്തയുണ്ടാവണം. അപ്പോഴാണ് ഈ ഒരു അൾട്രാ കോമ്പറ്റീറ്റീവ് എക്സാമിന്, അൾട്രാ എക്സ്ട്രീം കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, ഈ എക്സ്ട്രീം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിന് വേണ്ടി നമ്മൾ റെഡി ആവുക. ഗിവ് അവർ കിഡ്സ് എ ഹെഡ് സ്റ്റാർട്ട്. നമ്മുടെ കുട്ടികൾ അവർ നീറ്റ് പോലത്തെ, JEE പോലത്തെ, അല്ലെങ്കിൽ CUT പോലത്തെ എക്സാമിനാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെഡ് സ്റ്റാർട്ട് നൽകുക. നമ്മുടെ സ്കൂൾ സിസ്റ്റം, നമ്മുടെ SSLC എക്സാം, നമ്മുടെ സ്കൂളിലെ ബോർഡ് എക്സാം എന്നുള്ളത് അവരെ എവിടെയും എത്തിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വി ആർ ഒബ്സസ്ഡ് വിത്ത് ബോർഡ് എക്സാം. നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിറ്റി എന്നുള്ളത് ബോർഡ് എക്സാംസിൽ ഒബ്സസ്ഡ് ആണ്. ഞാൻ ഇത് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഈച്ച് മാർക്ക് കൗണ്ട്സ്. ഇവിടെ ഓരോ മാർക്കും കൗണ്ട് ചെയ്യും. അല്ലാതെ സ്കൂളിലെ പോലെ 90 കിട്ടിയവനും 91 കിട്ടിയവനും ഒരേ തുലാസിൽ തൂക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. കാരണം നമ്മളത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ത്യ പോലെ 140 കോടി ജനങ്ങളുള്ള രാജ്യത്ത് അത് പ്രാക്ടിക്കൽ അല്ല. ദർ ഇസ് എ ഹ്യൂജ് ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ ഗ്യാപ്പ് അല്ലെ. അപ്പൊ ഓരോ മാർക്കും കൗണ്ട് ചെയ്യും. അതിനുവേണ്ടി നമ്മുടെ കുട്ടികളെ റെഡിയാക്കുക. നമ്മുടെ കുട്ടികളെ കൊണ്ട് ഹൈസ്കൂൾ ലെവലിൽ തന്നെ ഒളിമ്പ്യാഡ്സ് എഴുതിക്കുക, ഹയർ സെക്കൻഡറി ലെവലിൽ ഒളിമ്പ്യാഡ്സ് എഴുതിക്കുക. ഓക്കെ, അതിനൊക്കെ തടസ്സം നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ വേണോ, ഇങ്ങനെയൊക്കെ പഠിക്കണോ എന്ന് നെഗറ്റീവ് അടിച്ചുകൊണ്ടേയിരിക്കുന്ന അലസതയുള്ള ആളുകളെ നമ്മുടെ ലൈഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ
ഇതെല്ലാം കഴിഞ്ഞിട്ട് +1 +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ട് കുറേ വർഷങ്ങൾ ഇതിനു വേണ്ടി ഇതൊരു ഡിഗ്രി കോഴ്സ് ആയിട്ട് എടുത്ത് സ്പെൻഡ് ചെയ്യല്ല ചെയ്യണം. ഞാൻ കുറ്റപ്പെടുത്തല്ല, നമുക്ക് അറിയാത്തത് കൊണ്ടാണ്, നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അതിനെ വിമർശിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അതിനെങ്ങനെ എന്തോ ഒരു സംഭവമാക്കി കരുതിയിട്ട് കാര്യമൊന്നുമില്ല. അതിനു മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. അവർക്ക് നേരത്തെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം, അതിനുള്ള അവസരങ്ങൾ ഒരുക്കുക. അറ്റ്ലീസ്റ്റ് 10th കഴിഞ്ഞെങ്കിലും ആലോചിക്കുക. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരു ഹൈസ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് XY പോലത്തെ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒളിമ്പ്യാഡ്സിലൊക്കെ കുട്ടികളെ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് നേരത്തെ എഴുതിച്ചു തുടങ്ങുക. ഓക്കെ, എന്നിട്ട് 11th 12th കൂടെ അടിപൊളിയായിട്ട് നീറ്റ് JEE പോലത്തെ എക്സാംസിനൊക്കെ പഠിക്കുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള വേ, ഏറ്റവും ലോജിക്കൽ വേ. ഓക്കെ, ആ ലോജിക്കൽ വഴിയിലോട്ട് നമ്മുടെ കുട്ടികളെ മൊത്തം എത്തിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ താങ്ക്സ് അലോട്ട്. അപ്പോൾ ശനിയാഴ്ചയുള്ള കരിയർ സെഷന് താല്പര്യമുള്ളവർക്ക് കോഴിക്കോട് ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കോ ഇനി ദൂരം നിന്നുള്ള ആളുകൾക്കോ വരാം. നമുക്ക് ഒരുമിച്ച് നേരിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.